സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ലഭിക്കുന്നവരാണോ നിങ്ങൾ? അതല്ല എങ്കിൽ സ്വന്തമായിട്ട് കൃഷിഭൂമി ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രിയിൽ ഡിജിറ്റൽ രജിസ്ട്രിയിൽ പേര് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം 2025 ജൂലൈ മാസം 31-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ചെയ്ത കർഷകരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 16 ലക്ഷത്തിന് മുകളിൽ കർഷകർ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് 25 ലക്ഷത്തിന് അടുത്ത് വരുന്ന ഗുണഭോക്താക്കളാണ്. ഇനി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ഒന്ന് എടുത്തു നോക്കാം. വർഷം 6000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് 20 ലക്ഷത്തിന് മുകളിൽ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 16 ലക്ഷം ആളുകളാണ് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ അത് തന്നെ ഇനിയും ചെയ്യാനിരിക്കുന്നു. അത് മാത്രമല്ല, കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ലാത്ത ഒരുപാട് കർഷകരുണ്ട്. അതായത് 2018 ശേഷം കൃഷിഭൂമി വാങ്ങിയിട്ടുള്ള കർഷകർ. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ ഒരു വെരിഫിക്കേഷനും ചെയ്യേണ്ടതാണ്. കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നില്ല എങ്കിലും സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകർ അവരുടെ വിള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററിൽ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതോടൊപ്പം അക്ഷയ സെന്ററിലുമുണ്ട്, കൃഷിഭവനിലുമുണ്ട്. ആധാറും അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, അത് OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതിന് വേണ്ടി അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി സംബന്ധിച്ച വിശദ വിവരങ്ങൾ, അതായത് ഈ വർഷത്തെ കരമടച്ച രസീത്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി വേണം ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നതിന്. അപ്പോൾ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു കർഷക ID ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മുഖാന്തരം നമുക്ക് ഭാവിയിൽ ഒരു ID കാർഡ് കൂടി ലഭിക്കുമെന്നാണ് ഏറ്റവും പുതുതായിട്ട് അറിയിപ്പ് വരുന്നത്. അതായത് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ID ജനറേറ്റ് ആവും. പിന്നീട് ഇത് കാർഡ് രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നവംബർ മാസം 1-ാം തീയതി മുതലാണ് പ്രോപ്പർട്ടി കാർഡിന്റെ വിതരണം നടക്കുക. സർവേ വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഈ 3 ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരൊറ്റ പോർട്ടലിലൂടെ സംയോജിപ്പിച്ച് നമുക്ക് ലഭ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂമി കാർഡ് എന്ന രീതിയിൽ നമ്മളുടെ സ്ഥലത്തിന്റെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് കൂടി ലഭിക്കുന്നത്. അപ്പോൾ നവംബർ മാസം 1-ാം തീയതി മുതലായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക. ഇങ്ങനെ 2ഓളം കാർഡുകളാണ് നമുക്കിനി വരാനുള്ളത്. അപ്പോൾ കർഷകരെല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി കേന്ദ്ര സർക്കാരിന്റെ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി വളരെ വേഗം അവസാനിക്കും. അതിനു മുൻപ് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കർഷകരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ മുൻപ് പറഞ്ഞ പ്രോപ്പർട്ടി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ വിതരണമൊക്കെ നവംബർ മാസം 1-ാം തീയതിയേ ഉണ്ടാവുകയുള്ളൂ. ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന വില്ലേജുകൾക്കായിരിക്കും മുൻഗണന നൽകുന്നത്. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട കർഷകർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുള്ളത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.